നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ലഹരിക്കേസിൽ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. പുറത്തിറങ്ങിയത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം. ലഹരി ഉപയോഗിച്ചതിനും ലഹരി വാങ്ങാൻ ഗൂഢാലോചന നടത്തിയതിനും കേസ്. സുഹൃത്ത് അഹമ്മദ് മുർഷിദ് രണ്ടാം പ്രതി. ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാകാതെ ഷൈൻ. ഉപയോഗിക്കുന്നത് മെത്താഫെറ്റമിനും കഞ്ചാവും എന്ന് മൊഴി. എത്തിച്ചു നൽകിയത് സിനിമാ പ്രവർത്തകർ. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയെ അറിയാമെന്നും നടൻ. അവരുടെ പ്രതീക്ഷ അവസാനിച്ചു. വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. PSCക്ക് പഠിക്കുന്നവർ സമരം ചെയ്യാനും പഠിക്കണമെന്ന് സമരക്കാർ. പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളൊരു PSC. KM എബ്രഹാമിനെതിരെ ജോമോൻ പുത്തൻപുരയ്ക്കൽ. അഴിമതി കണ്ടെത്താൻ ആളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചനയല്ലെന്ന് ജോമോൻ. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എബ്രഹാമിനെതിരെ പ്രാരംഭ നടപടികളുമായി CBI. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ചർച്ച പ്രതിസന്ധിയിൽ. VS ജോയിക്കായി PV അൻവർ. വഴങ്ങാതെ ആര്യാടൻ ഷൗക്കത്ത്. അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. UDFൽ നിന്ന് ആരെയും കാത്തിരിക്കുന്നില്ലെന്ന് MV ഗോവിന്ദൻ. മുർഷിദാബാദ് സംഘർഷ പ്രദേശങ്ങൾ സന്ദർശിച്ച് CV ആനന്ദബോസ്. ഇരകൾക്ക് എല്ലാ സഹായവുമെന്ന് ബംഗാൾ ഗവർണർ. സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് തൃണമൂൽ കോൺഗ്രസ്. സാഹചര്യം വിലയിരുത്തി ദേശീയ വനിതാ കമ്മീഷൻ പ്രതിനിധികളും. IPLൽ ഡൽഹിക്കെതിരെ ഗുജറാത്തിന് 204 റൺസ് വിജയലക്ഷ്യം. രാജസ്ഥാൻ ലക്നൌ മത്സരം 7:30-ന്. സഞ്ജു സാംസൺ കളിക്കില്ല. വിശദമായി നോക്കാം. ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ജാമ്യം. സ്റ്റേഷൻ ജാമ്യത്തിലാണ് നടനെ വിട്ടയച്ചത്. ഗൂഢാലോചന അടക്കം ചുമത്തിയാണ് ഷൈനെതിരെ കേസെടുത്തത്. ഷൈൻ ഹോട്ടലിൽ മുറിയെടുത്തത് സുഹൃത്തുക്കൾക്കൊപ്പം ലഹരി ഉപയോഗിക്കാനെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിൽ നടന്റെ സുഹൃത്ത് അഹമ്മദ് മുർഷിദിനെ രണ്ടാം പ്രതിയാക്കി. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഒരു പകൽ മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യൽ, അതിൽ നിന്ന് സുപ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ഒരു പരിധിവരെ നേടിയെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിന്റെ തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും? ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ടല്ലോ ഷൈനെ. FIRന്റെ വിശദാംശങ്ങൾ കൂടി. ഇതിലേറ്റവും പ്രധാനം തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഷൈനോട് വീണ്ടും ഹാജരാകണം. അതായത് ഈ കേസിൽ ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഷൈൻ പുറത്തേക്ക് വന്നിരിക്കുന്നു. പക്ഷേ തിങ്കളാഴ്ച രാവിലെ വീണ്ടും ഹാജരാകാനാണ് ഷൈനിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രേഖാമൂലം തന്നെ ഷൈനോട് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ കേസിലെ നടപടിക്രമങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ്. രണ്ടാം പ്രതിയോടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ 2 പ്രതികളാണുള്ളത്. ഒന്നാം പ്രതി ഷൈൻ ടോം ചാക്കോയാണ്. ഏതായാലും ഷൈൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യൽ 4 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഷൈൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിൽ ഷൈൻ തന്റെ ലഹരി ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ പോലീസിന് നൽകിയിരിക്കുന്നു. ഷൈൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. മെത്താഫെറ്റമിനും അതോടൊപ്പം തന്നെ കഞ്ചാവും താൻ ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞിരിക്കുന്നു. അന്ന് ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടി ഓടിയ ദിവസം അന്ന് താൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് അത് വിശ്വാസത്തിലെടുക്കുന്നില്ല. കാരണം തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹോട്ടലിൽ നിന്ന് ഈ രീതിയിൽ ഇറങ്ങി പോലീസിന്റെ കയ്യിൽപ്പെടാതെ ഓടി രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. കാരണം അവിടെ ലഹരി ഉപയോഗം നടന്നിരുന്നു എന്നതിന്റെ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അവിടെ വന്നിരുന്ന ലഹരി ഇടപാടുകാരെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇവരുടെ ഫോൺ കോളുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അവിടെ കൃത്യമായ ലഹരി ഉപയോഗത്തിന് വേണ്ടി തന്നെയാണ് ഷൈൻ ടോം ചാക്കോ എത്തിയതെന്ന് സ്ഥിരീകരിക്കാൻ ആ രീതിയിൽ പോലീസിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ NDPS ആക്ട് പ്രകാരം 27, 29 ഇതിനുവേണ്ടി പണം മുടക്കുക, അതോടൊപ്പം തന്നെ ആസൂത്രിതമായി സാഹചര്യങ്ങൾ ഒരുക്കുക എന്നീ വകുപ്പുകൾ പ്രകാരം
കേസെടുത്തിട്ടുള്ളത്. ഈ കേസുകളുടെ ലഹരി വസ്തുക്കൾ ഉൾപ്പെടാത്തതിനാൽ അതുകൊണ്ട് തന്നെ കേസിൽ ജാമ്യം നൽകാനുള്ള വ്യവസ്ഥയുണ്ട്. ലഹരി വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് മാറുമായിരുന്നു. എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടലാണ് അന്ന് കണ്ട ഓട്ടമെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്നാണ് പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ തയ്യാറായത്. ഒപ്പം മറ്റ് ഇടപാടുകാർക്ക് അടുത്തിടെ ആലപ്പുഴയിൽ അറസ്റ്റിലായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയായ തസ്ലീൻ, അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലെ മറ്റൊരു പ്രതി, ഇവരുമായെല്ലാം തന്നെ ഈ ഷൈന് ബന്ധം സൂക്ഷിച്ചിരുന്നു. അവരെ തനിക്ക് അറിയാമായിരുന്നു. അവരുമായി ലഹരി വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട് തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഷൈൻ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അവരെ കൂടി ഇതിൽ ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഒപ്പം എക്സൈസിനും ഈ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് തസ്ലീന്റെ കേസ് അന്വേഷിക്കുന്നുണ്ട്. ആ കേസിൽ കൂടി ഇവർക്ക് ലിങ്ക് ആകുകയാണ്. അതിൽ നേരത്തെ തന്നെ ശ്രീനാഥ് ബാസിയുടെ അടക്കമുള്ള പേരുകൾ ഉയർന്നു വന്നൊരു കേസാണ്. മറ്റുള്ളവരുമായി ബന്ധമുണ്ട് എന്ന് അന്നും തസ്ലീൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ഷൈൻ്റെ മൊഴി വഴി അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷൈൻ്റെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളുടെ വിശദാംശങ്ങൾ പോലീസ് എടുത്തിരുന്നു. അതിൽ ലഹരി ഇടപാടുകാരുമായി ഇയാൾക്കുള്ള ബന്ധം തീർത്തും വ്യക്തമാക്കുന്ന രീതിയിലുള്ളതായിരുന്നു ആ ഫോൺ കോളുകളുടെ ലിസ്റ്റുകൾ. ഇയാളുടെ ഗൂഗിൾ പേ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിലും ഇവർക്ക് പണം കൈമാറിയതടക്കമുള്ള വിവരങ്ങൾ ഇതിലുണ്ട്. അങ്ങനെയെല്ലാമാണ് ഈ കേസിലെ അടിസ്ഥാനപരമായ ഒരു തെളിവിലേക്കും അറസ്റ്റിലേക്കും എല്ലാം തന്നെ പോലീസ് നീങ്ങിയത്. അറസ്റ്റിന് ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന നടത്തുകയും വിശദമായ രാസലഹരി അടക്കം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വേണ്ടിയിരുന്നു. ആ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിളുകളും ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങളുടെ പരിശോധന, വിദഗ്ധമായ പരിശോധന ഫലങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ടായത്. താൻ ലഹരി ഉപയോഗിക്കുമെന്ന് പറഞ്ഞ ഷൈൻ ടോം ചാക്കോ താൻ ഇതിൻ്റെ അമിതമായ ലഹരി ഉപയോഗം മൂലം കൂത്താട്ടുകുളത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നത് കൂടി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ നടി വിൻസി അലോഷ്യസ് പറഞ്ഞ പരാതി, വിൻസി അലോഷ്യസ് ഉന്നയിച്ച ചില ആരോപണങ്ങൾ, അതിൻ്റെ ഒരു വ്യക്തത കൂടി പോലീസ് തേടിയിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ ഷൈൻ ടോം ചാക്കോ നിരാകരിക്കുകയാണ്. ഇതിൽ സെറ്റിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല, ഇതൊരു ബോധപൂർവം തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നതടക്കമുള്ള രീതിയിലാണ് ഷൈൻ ടോം ചാക്കോ ഇതിനോട് പ്രതികരിച്ചത്. ഏതായാലും മണിക്കൂറുകൾ നീണ്ടുനിന്ന ഈ ചോദ്യം ചെയ്യൽ, അറസ്റ്റ്, വൈദ്യപരിശോധന, ഒപ്പം തന്നെ സ്റ്റേഷൻ ജാമ്യത്തിനുള്ള നടപടിക്രമങ്ങൾ. സ്റ്റേഷൻ ജാമ്യത്തിനായി ഷൈൻ്റെ മാതാപിതാക്കളും ഇവിടെ എത്തിയിരുന്നു. അവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. വൈകിട്ട് ഏതാണ്ട് 5:30 ഷൈൻ ടോം ചാക്കോ ഇവിടെ നിന്ന് മടങ്ങിയത്. ഇവിടെ നിന്ന് സുഹൃത്തിൻ്റെ അഭിഭാഷകനെയും കാറിലാണ് അദ്ദേഹം മടങ്ങിയത്. ആരോടും പ്രതികരിക്കാൻ തയ്യാറാകാതെയാണ് ഷൈൻ ടോം ചാക്കോ മടങ്ങിയത്. ഇനി തിങ്കളാഴ്ച വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണം. ഡാനി, അതായത് നിർണായകമായ പല വിവരങ്ങളും പോലീസിന് ഈ ചോദ്യം ചെയ്യലിലൂടെ ലഭിച്ചിട്ടുണ്ട്. ലഹരി എത്തിച്ചു നൽകിയത് സിനിമാ പ്രവർത്തകർ തന്നെയാണെന്ന് ഷൈൻ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും ഈ കേസിൽ പ്രതികളായേക്കാം എന്നതുകൂടിയല്ലേ സാഹചര്യം? ഇതിൽ പലരെയും ചോദ്യം ചെയ്തേക്കാം. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്ക് അടക്കം നീങ്ങേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് കേസെന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് വരുന്നത് ഈ മയക്കുമരുന്നുമായി പിടികൂടുമ്പോൾ തന്നെയാണ്, ലഹരി വസ്തുക്കളുമായി പിടികൂടുമ്പോഴാണ്. ഇപ്പോൾ തന്നെ ഷൈൻ്റെ കേസിൻ്റെ കാര്യമെടുത്താലും ഇത് ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നു, അത് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഇറങ്ങി ഓടിയതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തെളിവ് നശിപ്പിക്കൽ കൂടി ഷൈൻ്റെ ഒരു കുറ്റമായിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു സാന്നിധ്യമില്ലാതെയുള്ള ഒരു ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. തികച്ചും മൊഴികളുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അതിന് അവരുടെ ഒരു പ്രതികരണം അടക്കം കാര്യങ്ങൾ വിശദമാകേണ്ടതുണ്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള പലരുമാണ് തനിക്ക് ലഹരി എത്തിച്ചു തരുന്നത് എന്ന് പറയുമ്പോൾ അത് പൊതുവിലൊരു സംശയത്തിൻ്റെ ഒരു മറ എല്ലാവരിലേക്കും തന്നെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഇതിന് പല ഇടനിലക്കാരുണ്ട്. കഴിഞ്ഞ തവണ മൂവാറ്റുപുഴയിൽ അറസ്റ്റായുള്ള ഒരു അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിരുന്നു എന്ന് പറയുന്നു സിനിമാ മേഖലയിൽ. അങ്ങനെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന പലരും തന്നെ ഇതിൻ്റെ ഇടനിലക്കാരായി വർത്തിക്കുന്നുണ്ട്. ഒപ്പം സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ആരെങ്കിലും, പ്രത്യേകിച്ച് മറ്റ് അഭിനേതാക്കളോ ആരെങ്കിലും തനിക്ക് പേര് പറഞ്ഞിട്ടില്ല, പലരും തന്നെ ലഹരി മരുന്നുകൾ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ പേര് പുറത്തേക്ക് വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടും. അതിനാണ് തിങ്കളാഴ്ച കൂടി വരണമെന്ന് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ
അവരിലേക്ക് കൂടി മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അതിൽ അവരുടെ പേരിലുള്ള അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഈ ലഹരി ഇടപാട് സംബന്ധമായി ഗുരുതര സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന വകുപ്പുകൾ ചേർക്കാൻ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത്തരം നടപടികളിലേക്കെല്ലാം തന്നെ ഉണ്ടാകുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമാ മേഖലയിലേക്ക് അടക്കം കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്ക് ഷൈൻ ടോം ചാക്കോയുടെ കേസ് മാറിയിരിക്കുന്നു എന്നതാണ്. വൈകാതെയുള്ള ചോദ്യം ചെയ്യലടക്കം ആ സിനിമാ സെറ്റുകളിലേക്ക് നീണ്ടാലും അതിൽ അത്ഭുതപ്പെടാനില്ല. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിലേക്ക് എത്തുന്ന ലഹരി വഴികൾ ഇല്ലാതാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം വാചകമടി മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എൻഫോഴ്സ്മെന്റിന് പകരം ബോധവൽക്കരണത്തിനാണ് പോലീസിനെയും എക്സൈസിനെയും ഉപയോഗിക്കുന്നത്. ബോധവൽക്കരണത്തിന് സാമൂഹ്യ സംഘടനകൾ അടക്കം നിരവധി പേരുണ്ടെന്നും സതീശൻ പറഞ്ഞു. വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ നിയമന കാലാവധി ഇന്ന് അവസാനിക്കുന്നതിൽ നിസ്സഹായതയോടെ വീട്ടിലേക്ക് മടങ്ങേണ്ട ഗതികേടിലാണ് ഉദ്യോഗാർത്ഥികൾ. അവസാന നിമിഷം വരെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടും സമരക്കാരിൽ നാമമാത്രമായവർക്ക് മാത്രമേ അഡ്വൈസ് മെമ്മോ ലഭിച്ചുള്ളൂ. ഇനി മുതൽ PSCക്ക് പഠിക്കുന്നവർ സമരം ചെയ്യാനും പഠിക്കണമെന്ന് CPO ഉദ്യോഗാർത്ഥികൾ ന്യൂസ് 18നോട് പറഞ്ഞു. നിയമനം ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ കഴിഞ്ഞ 3 ആഴ്ചയായി സമരം ചെയ്തുകൊണ്ടിരുന്ന വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇന്നുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്നുകൊണ്ട് ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി? ഞങ്ങളുടെ മുന്നിൽ ഇനിയിപ്പോൾ ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളിനി PSC പഠിക്കുമ്പോൾ സമരം ചെയ്യാൻ കൂടി പഠിക്കണം. കാരണം ഇനി വരുന്ന ടൈമിൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. മുന്നോട്ട് നിയമനങ്ങൾ കുറവായിരിക്കും. 3-4 വർഷത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നത്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് 18 ദിവസം കൊണ്ട് ഞങ്ങളിവിടെ കിടക്കാണ്. ഞങ്ങളെ ഒരു ചർച്ചയ്ക്കോ ഞങ്ങളോട് എന്തെങ്കിലും അനുഭാവപൂർവ്വമായിട്ട് പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി PSCയുടെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ? തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യും. കാരണം ഞങ്ങൾ ഇത് നോക്കി, ഈ ലാസ്റ്റ് ടൈം വരെ നോക്കി, ഞങ്ങൾക്ക് എന്തെങ്കിലും വേക്കൻസി വരും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഒരു പ്രതീക്ഷയില്ല. കാരണം ഇത് വേണ്ടിയിട്ട് ഞങ്ങളുടെ ലൈഫ് തുറക്കേണ്ട കാര്യമില്ലല്ലോ. അത്തരത്തിൽ വൈകാരികമായ പ്രതിഷേധങ്ങളാണ് ഇവിടെ നിന്ന് ഉയരുന്നത്. വെറും കൈയോടെ നിയമന കാലാവധി അവസാനിക്കുമ്പോൾ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ അവരുടെ വേദന പങ്കുവെച്ചുകൊണ്ട് നമ്മളോട് വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ സമരം ദുർവാശിയെന്ന് PK ശ്രീമതി. വാശി പിടിച്ച് മുന്നോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. റാങ്ക് പട്ടികയിലുള്ള എല്ലാവർക്കും നിയമനം ലഭിക്കില്ല. തൊഴിൽ നൽകുന്ന കാര്യത്തിൽ കൃത്യമായ നിലപാടാണ് സർക്കാരിന്റേതെന്നും PK ശ്രീമതി. PSC പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ഒരേ സമയത്ത് എടുക്കുക എന്നുള്ള ഒരു രീതി ഈ കേരളം രൂപീകരിച്ച കാലം മുതൽക്കില്ല. ഞാൻ സ്കൂൾ ടീച്ചറുടെ PSC എക്സാം എഴുതി എനിക്ക് പോസ്റ്റിംഗ് ആയത് ഒരു ഗവൺമെന്റ് UPയിലായിരുന്നു. പക്ഷെ ആദ്യത്തെ 2 ബാച്ചിലും എനിക്ക് കിട്ടിയിരുന്നില്ല. എയ്ഡഡ് സ്കൂളിൽ ചേർന്നതിന് ശേഷം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം PSC കിട്ടി. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി എന്നത് നടപ്പാകുന്ന ഒന്നല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPO ഉദ്യോഗാർത്ഥികളുടെ സമരത്തിലായിരുന്നു LDF കൺവീനറുടെ പ്രതികരണം. PSCയിലൂടെ ഏറ്റവും കൂടുതൽ നിയമനം ലഭിക്കുന്നത് കേരളത്തിലാണ്. ഒരു സമരം തുടങ്ങുമ്പോൾ എവിടെ ചെന്ന് നിർത്തിക്കണമെന്ന് ധാരണ ഉണ്ടാകണം. റാങ്ക് ലിസ്റ്റിന്റെ വലുപ്പം കുറയ്ക്കാൻ സാധിക്കുമോ എന്നത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. CPO സമരത്തിൽ നിയമപരമായത് മാത്രമേ സർക്കാരിന് ചെയ്യാനാകൂവെന്ന് EP ജയരാജൻ. എന്തിനാണ് സമരം നടത്തിയത് എന്ന് അവർ ചിന്തിക്കണമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. സംസ്ഥാനത്തെ ആശാപ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. 62 വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന മാർഗരേഖയ്ക്ക് എതിരെ ആശാപ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ മാർഗരേഖ പിൻവലിക്കുമെന്ന് നേരത്തെ ആരോഗ്യമന്ത്രി വാക്കാൽ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകണമെന്നതും ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യം ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. KM എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജോമോൻ പുത്തൻപുരയ്ക്കൽ. ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. അഴിമതി കണ്ടെത്താൻ വ്യക്തികളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചനയല്ലെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നു. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം നൽകിയ പരാതിക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ കത്ത്. KM എബ്രഹാമിന്റെ ആരോപണങ്ങൾ ജോമോൻ നിഷേധിക്കുന്നു.
ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. KM എബ്രഹാമിനെതിരെ വിജിലൻസ് കോടതിയെ സമീപിച്ചതിലുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് താൻ PWD റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തെന്ന അന്വേഷണം ആരംഭിച്ചത്. ഇതിനായി PWD ബിൽഡിംഗ് വിഭാഗം ചീഫ് എഞ്ചിനീയറുമായി KM എബ്രഹാം ഗൂഢാലോചന നടത്തി. തന്റെ ഭാഗം കേൾക്കാതെ തയ്യാറാക്കിയ ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി തള്ളിയിരുന്നു. ഗൂഢാലോചന ആരോപണം ആവർത്തിക്കുന്നത് CBI അന്വേഷണത്തിന്റെ ജാള്യത മറയ്ക്കാനാണ്. അഴിമതി പുറത്തു കൊണ്ടുവരാൻ വ്യക്തികളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചനയല്ലെന്നും ജോമോൻ പരാതിയിൽ പറയുന്നു. CBI അന്വേഷണത്തിനുള്ള ഹൈക്കോടതി വിധി പകർപ്പ് കൂടി ചേർത്താണ് മുഖ്യമന്ത്രിക്ക് ജോമോൻ പരാതി നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന പരാതി അന്വേഷിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് KM എബ്രാഹിമിനെതിരെ CBI പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒറ്റ പേരിലേക്ക് എത്താനുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെ UDFന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിൽ. VS ജോയിക്ക് വേണ്ടി PV അൻവർ നടത്തുന്ന സമ്മർദ്ദ നീക്കത്തിന് മുമ്പിൽ വഴങ്ങില്ലെന്ന നിലപാടിലാണ് ആര്യാടൻ ഷൗക്കത്ത്. അനുനയ നീക്കത്തിന് ഹൈക്കമാൻഡ് പ്രതിനിധികൾ നിലമ്പൂരിൽ എത്തുമെന്നാണ് സൂചന. അതിനിടെ PV അൻവറുമായി KPCC അധ്യക്ഷൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. DCC അധ്യക്ഷനെ തീരുമാനിച്ചപ്പോൾ മുതൽ പാർട്ടി തന്നോട് നീതി കാണിച്ചിട്ടില്ലെന്ന അമർഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത്. സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ നീതി നിഷേധം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഷൗക്കത്ത്. ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ നേരിൽ കണ്ട് ഷൗക്കത്ത് തന്റെ പരിഭവം പങ്കുവച്ചതിന് പിന്നാലെയാണ് VS ജോയിക്ക് വേണ്ടി സമ്മർദ്ദ നീക്കവുമായുള്ള PV അൻവറിന്റെ പരസ്യ പ്രസ്താവന. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നത് സംബന്ധിച്ച പരസ്യ പ്രതികരണം അൻവർ തുടരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ. കോൺഗ്രസിന് ഒരു നടപടിക്രമമുണ്ട്. ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ ഇലക്ഷൻ കമ്മിറ്റി കൂടും. അതിനുശേഷം തീരുമാനമെടുത്ത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. അവിടെ നിന്നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടാണല്ലോ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹം UDFന് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഒരു പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെ അൻവറിനെ ഇക്കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നാണ് സൂചന. അതേസമയം VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നടത്തുന്ന പിടിവലി അവസരമാക്കി മാറ്റാനുള്ള നീക്കമാണ് PV അൻവർ നടത്തുന്നതെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ തടസ്സങ്ങൾ നിലനിൽക്കെ നിലമ്പൂർ സീറ്റുമായി ബന്ധപ്പെട്ട് അൻവർ നടത്തുന്നത് വിലപേശൽ നീക്കമാണെന്നാണ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ നിരീക്ഷണം. അതേസമയം അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ലീഗ് നേതൃത്വം പരസ്യമായി പിന്തുണയ്ക്കുമെന്നാണ് സൂചന. ആര്യാടൻ ഷൗക്കത്തിന്റെ തുടർ നീക്കങ്ങൾ ഇടത് കേന്ദ്രങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ അദ്ദേഹവുമായി ഉടൻ ചർച്ച നടത്തിയേക്കുമെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് എതിർപ്പ് അറിയിച്ചതോടെ പരസ്യ പ്രസ്താവനകളിൽ നിന്ന് പിൻവലിഞ്ഞ് PV അൻവർ. അതേസമയം നാളെ ചേരുന്ന പാർട്ടി യോഗങ്ങളിൽ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അൻവർ നൽകുന്ന സൂചന. UDF ക്യാമ്പിൽ അപ്രതീക്ഷിത തർക്കം ഉടലെടുത്തതിനെ പ്രതീക്ഷയോടെയാണ് ഇടതുമുന്നണിയും കാണുന്നത്. ഇപ്പോൾ മലയോര മേഖലയിൽ നമുക്കറിയാമല്ലോ, ഈ പൊതുവിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വലിയ ഭീതിയും മനപ്രയാസവും ഒക്കെ ആയിട്ട് നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിക്ക് എല്ലാ കമ്മ്യൂണിറ്റികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു നയമാണല്ലോ കോൺഗ്രസ് സ്വീകരിക്കാറുള്ളത്. ആ അർത്ഥങ്ങളെല്ലാം കണക്കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. തീരുമാനം അവരുടേതാണ്. ഞാൻ ചില വസ്തുതകൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതവർക്ക് തീരുമാനിക്കാം. UDF അത് തീരുമാനിക്കട്ടെ. VS ജോയിക്കായി അൻവർ നടത്തിയ ഈ പ്രസ്താവനകളാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. മുന്നണിയിൽ എത്തുന്നതിന് മുന്നേ അൻവർ കുളം കലക്കുന്നു എന്ന പ്രതീതി കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ഇക്കാര്യം മുതിർന്ന നേതാക്കൾ അൻവറുമായി പങ്കുവച്ചു. അദ്ദേഹം രാജിവെച്ചിട്ടാണല്ലോ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹം UDFന് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഒരു പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. പിന്നാലെ ഇനി പരസ്യ പ്രസ്താവനയ്ക്കില്ലെന്ന് അൻവറും പ്രഖ്യാപിച്ചു. ഇതിനിടെ നാളെ നിലമ്പൂരിൽ വിളിച്ച യോഗം അൻവർ മാറ്റിവെച്ചു. പരസ്യ പ്രസ്താവനയ്ക്കില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്തുണ ജോയിക്കാണെന്ന് അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കരുതലോടെയാണ് കോൺഗ്രസ് നീക്കം. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ അത് സമ്പൂർണ്ണമായിട്ട് അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാ വശങ്ങളും ആലോചിച്ച് ആ തീരുമാനമെടുക്കും. രണ്ട് പേരുകളാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്, ഷൗക്കത്തിന്റെയും VS ജോയിയുടെയും. ഏതൊക്കെ ഘടകങ്ങളാണ് പരിഗണിക്കുക? അല്ല, അത് നിങ്ങളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
എങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടതെന്ന് നേതൃത്വം അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രതീക്ഷിതമായി UDF ക്യാമ്പിൽ രൂപപ്പെട്ട തർക്കം സാധ്യതയാക്കാൻ ഇടതുമുന്നണി ശ്രമിക്കും. ആര്യടൻ ഷൗക്കത്തിന്റെ നീക്കങ്ങളെ കരുതലോടെയാണ് CPM കാണുന്നത്. നിലമ്പൂർ സീറ്റ് CPM-ന് അനുവദിക്കപ്പെട്ട സീറ്റാണ്. ചിലപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയത് വരും, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയത് വരും. അത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് കൂടിയാലോചിച്ചാണ് അത് കാര്യങ്ങൾ നടപ്പിലാക്കുക. അപ്പോൾ ഇത് തികച്ചും CPM-ന്റെ സീറ്റാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളില്ലെങ്കിൽ യുവനേതാക്കളെയാണ് CPM കരുതി വച്ചിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി, DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ, CPM ജില്ലാ കമ്മിറ്റി അംഗം VM ഷൗക്കത്ത് അലി, ഇങ്ങനെ CPM ലിസ്റ്റിൽ നിരവധി ആളുകളുണ്ട്. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂർ LDF നിലനിർത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF-ൽ നിന്ന് ആരെയും കാത്തിരിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. കോന്നി ആനക്കൊട്ടിലിൽ കോൺക്രീറ്റ് തൂൺ വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തൽ. റാന്നി DFO ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് പരാമർശമുള്ളത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോന്നി ആനക്കൊട്ടിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. കഴിഞ്ഞ ദിവസമാണ് അടൂർ കടമ്പനാട് നിന്നും കുടുംബത്തോടൊപ്പം ആനക്കൊട്ടിൽ സന്ദർശിക്കാനെത്തിയ 4 വയസ്സുകാരൻ കോൺക്രീറ്റ് തൂണ് വീണ് മരിച്ചത്. ഉപയോഗശൂന്യമായ കോൺക്രീറ്റ് തൂണുകൾ ബലക്ഷയം വന്ന ശേഷവും എടുത്തുമാറ്റാതെ നിലനിർത്തിയതാണ് അപകടത്തിന് കാരണം. ആനക്കൊട്ടിലിൽ നിശ്ചിത ഇടവേളകളിൽ നടത്തേണ്ട സുരക്ഷാ പരിശോധനകളും കാലങ്ങളായി നടന്നിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. വനംവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് റാന്നി DFO സംഭവത്തിൽ അന്വേഷണം നടത്തി ദക്ഷിണ മേഖല ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആനക്കൊട്ടിലിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്ക് വേണ്ട ശിക്ഷ നൽകിക്കൊണ്ട് ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണ മേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ തിങ്കളാഴ്ച വനം മന്ത്രിക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അപകടത്തിൽ മരിച്ച 4 വയസ്സുകാരൻ അഭിരാമിന്റെ സംസ്കാരം നാളെ കടമ്പനാട്ടെ വീട്ടിൽ നടക്കും. ന്യൂസ് 18 പത്തനംതിട്ട. സർക്കാരിന്റെ 4ാം വാർഷികം UDF ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സർക്കാരാണിത്. ആഘോഷത്തിന് അർഹതയില്ലാത്ത സാഹചര്യമെന്നും VD സതീശൻ. ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് കോടികൾ മുടക്കി മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാനുള്ള ഹോർഡിങ്ങിന് മാത്രം 15 കോടി രൂപ ക്ഷേമനിധിയിൽ അവർ കൊടുത്ത പൈസ പോലും തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത സർക്കാർ, പൈപ്പിടുന്നതിനുള്ള ജലനിധി പദ്ധതിക്ക് കോടികൾ കൊടുക്കാനുള്ള സർക്കാർ, എന്നിട്ട് ആഘോഷിക്കുകയാണ്. ഇവർക്ക് ആഘോഷിക്കാൻ ഒരു അവകാശമില്ല. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം ഈ 4ാം വാർഷിക ആഘോഷങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉദ്ഘാടനങ്ങളിലോ ചടങ്ങുകളിലോ MPമാർക്കും MLAമാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും പങ്കെടുക്കുക. കാരണം അവരുടെ കൂടി അധ്വാനത്തിൻ്റെ ഫലമാണ്. അല്ലാതെയുള്ള എല്ലാ വാർഷിക ആഘോഷ പരിപാടികളിൽ നിന്നും പൂർണ്ണമായി ബഹിഷ്കരിക്കാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. വഖഫ് പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയ പശ്ചിമ ബംഗാളിലെ മൂർഷിദാബാദ് സന്ദർശിച്ച് ഗവർണർ CV ആനന്ദബോസ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും തൃണമൂലിന്റെയും എതിർപ്പ് അവഗണിച്ചാണ് ഗവർണറുടെ സന്ദർശനം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രതിനിധികളും സ്ഥലത്തെത്തി സാഹചര്യം വിലയിരുത്തി. വഖഫ് നിയമത്തെ തുടർന്ന് പശ്ചിമ ബംഗാളിലെ പ്രതിഷേധങ്ങൾ സംഘർഷമായി മാറിയ മുർഷിദാബാദിലാണ് ഇന്ന് ഗവർണർ ആനന്ദബോസ് സന്ദർശനം നടത്തിയത്. പശ്ചിമ ബംഗാൾ സർക്കാരിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും കടുത്ത അതൃപ്തിക്കിടെയാണ് ഗവർണർ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. വനിതാ കമ്മീഷൻ പ്രതിനിധികളും ഗവർണർക്കൊപ്പം റിലീഫ് ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെ മാൾഡ ജില്ലയിലെ പർലാൽപൂരിലെ റിലീഫ് ക്യാമ്പിലും ഗവർണർ സന്ദർശനം നടത്തി. ക്യാമ്പിൽ കഴിയുന്നവരോട് സംസാരിച്ചുവെന്നും അവർക്ക് വേണ്ടതെല്ലാം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുമെന്നുമാണ് ഗവർണർ മാൾഡ സന്ദർശനത്തിന് ശേഷം പറഞ്ഞത്. സന്ദർശനം കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായ ശേഷം താനും അവിടെ സന്ദർശനം നടത്തുമെന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന ഗവർണർ ചെവിക്കൊണ്ടില്ല. ഗവർണറുടെ സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മുർഷിദാബാദിൽ കേന്ദ്രസേനയുടെ കാവൽ തുടരണമെന്ന് കൽക്കത്ത ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഏപ്രിൽ 8-ന് ആരംഭിച്ച കലാപത്തിൽ ഇതുവരെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.
ഡൽഹി മുസ്തഫാബാദിൽ കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിച്ചു. പുലർച്ചെ 3 മണിയോടെയാണ് 4 നില കെട്ടിടം തകർന്നു വീണത്. 14 പേരെ രക്ഷപ്പെടുത്തി. 10 പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. ഇവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇടുങ്ങിയ വഴികളിലൂടെ യന്ത്രസാമഗ്രികൾ എത്തിക്കാനുണ്ടായ പ്രയാസമാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം. സംഭവത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അന്വേഷണം പ്രഖ്യാപിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കെട്ടിടം തകർന്നു വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാനഡയിലെ ഹാമിൽട്ടണിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനി വെടിയേറ്റു മരിച്ചു. 21 വയസ്സുകാരിയായ ഹർസിമ്രത് റൺധാവയാണ് കൊല്ലപ്പെട്ടത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കവേ ഒരു കാറിൽ സഞ്ചരിച്ചിരുന്ന അജ്ഞാതരിൽ നിന്ന് വെടിയേൽക്കുകയായിരുന്നു. പരിക്കേറ്റ പെൺകുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 സംഘങ്ങൾ തമ്മിലുള്ള വെടിവെപ്പിൽ പെൺകുട്ടിക്ക് അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇടവേള. IPL വാർത്തകൾ. ബാറ്റെടുത്ത പ്രധാന താരങ്ങളെല്ലാം ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്ത മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 204 റൺസ് വിജയലക്ഷ്യം ഉയർത്തി ഡൽഹി ക്യാപിറ്റൽസ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് എടുത്തു. 9 പന്തിൽ നിന്ന് ഒരു 6ഉം 3 4ഉം അടക്കം 18 റൺസ് എടുത്ത അഭിഷേക് പോറൽ ഡൽഹിക്ക് മിന്നുന്ന തുടക്കം സമ്മാനിച്ചാണ് പുറത്തായത്. പിന്നാലെ 18 പന്തിൽ നിന്ന് 2 വീതം 6ന്റെയും 4ന്റെയും അകമ്പടിയോടെ 31 റൺസ് എടുത്ത കരുൺ നായരും 14 പന്തിൽ നിന്ന് ഒരു 6ഉം 4 4ഉം അടക്കം 28 റൺസ് എടുത്ത KL രാഹുലും റൺ റേറ്റ് താഴാതെ ഇന്നിംഗ്സ് മുന്നോട്ട് ചലിപ്പിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്ത് 1 വിക്കറ്റ് നഷ്ടത്തിൽ 66 റൺസ് എന്ന നിലയിലാണ്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,945 രൂപ, പവന് 77,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,405 രൂപ, പവന് 59,240 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോഗ്രാമിന് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. അനുശ്രീ ചേരും. നമസ്കാരം.